ഇവിടെ ചെറിയൊരു FVGയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതും കൂടി കവർ ചെയ്യും. ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റും ഉണ്ട്. നാസ്ഡാക്കിൽ നമുക്ക് നല്ല എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്ക് മാർക്ക് ചെയ്തത്. അവിടുന്ന് തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്തു പോയി, നല്ല എൻട്രീസ് കിട്ടി. എനിക്ക് കഴിഞ്ഞ വീക്ക് കിട്ടിയ എൻട്രീസൊക്കെ ഞാൻ ട്രേഡ് ബ്രേക്ക് ഔട്ട് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വെനസ്ഡേ ഇടുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് അനാലിസിസിലേക്ക് പോവാം. അതിൻ്റെ മുമ്പേ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. 1K ആവുന്ന സമയത്ത് ഞാൻ 5K അക്കൗണ്ട് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അനാലിസിസിലേക്ക് പോവാം. ഇതിൻ്റെ ഡെയിലി ചാർട്ട് എടുത്തൊന്ന് നോക്കാം. നാസ്ഡാക്കിൻ്റെ ഡെയിലി ചാർട്ട് നോക്കുമ്പം കുറേ ബുള്ളിഷ് വ്യൂസ് തന്നെ, ബുള്ളിഷ്നെസ് തന്നെയാണ് കാണുന്നത്. പക്ഷേ കുറേ ആയി ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ്. നമുക്കറിയാം മാർക്കറ്റ് ഒരേ ഡയറക്ഷനിൽ പോരാ, ഒരു റിട്രേസ്മെൻറ്റ് തരും. റിട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 4 അവർ എടുത്ത് നോക്കുമ്പം നെക്സ്റ്റ് വീക്കും കൂടി ഒരു ബുള്ളിഷ് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 4 അവറിൽ ഈ ഒരു OB ഉണ്ട്. ഈ ഒരു OB ശ്രദ്ധിക്കാം. പിന്നെ ബെയറിഷ് കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊന്നും മാർക്കറ്റ് നമുക്കൊരു എൻട്രി തരാതെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ വരെയൊക്കെ നമുക്ക് നോക്കാം. ബെയറിഷ് കേസാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ ബുള്ളിഷാണ് നെക്സ്റ്റ് വീക്ക് നോക്കുന്നത്. ബെയറിഷ് ആണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും വരിക. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നു. ബെയറിഷ് കേസ് ആണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നു, തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടുന്നു, എൻട്രി. ഇതാണ് ഞാൻ നോക്കുക. ബുള്ളിഷ് കേസ് ഇനി 1 അവർ നോക്കാം. 4 അവർ OB ആണ്. 1 അവറിൽ 2 കേസ് ഉണ്ട് കേട്ടോ. ഈ ബുള്ളിഷ് 4 അവർ OB ഉണ്ട്, പിന്നെ ഈ ഒരു 1 അവർ OB ഉണ്ട്. ഇത് രണ്ടും നല്ല ഏരിയ ആണ്. നമുക്കൊരു അപ് ട്രേഡ് നോക്കാം, ബൈ നോക്കാം. പിന്നെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എത്തുക, നമുക്ക് മേലോട്ട് ഈ ഒരു ഏരിയ വരെ നോക്കിയാൽ മതി. അതേ സെയിം സെറ്റപ്പ് തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി തരാതെ തിരിച്ച് ഈ ഒരു ഏരിയ മാത്രമല്ല, ഇതിൻ്റെ ഈ ലോസ് ഇല്ലേ, ഈ ഒരു ലോ എടുത്താലും മേലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഏരിയയിലെത്തുന്നു, തിരിച്ച് മേലോട്ട് ട്രേഡ് നോക്കാം. അപ്പോൾ നാസ്ഡാക്കിൽ അത് രണ്ടാണുള്ളത്. ഇനി DXY നോക്കാം. 1 അവറിലാണെങ്കിൽ ഈ ഒരു FVG വരെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോയിട്ട് ഈ ഒരു FVG എത്തിയിട്ട് തിരിച്ച് നമുക്ക് ആ ഒരു ഹൈ വരെ ട്രേഡ് നോക്കാം. ഓക്കെ, DXY നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മേലോട്ട് എൻട്രി നോക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടില്ല. അല്ലാതെ തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയി. പിന്നെ നമുക്ക് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രീസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹൈ ബ്രേക്ക് ചെയ്ത് പോയി നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലേക്ക് തിരിച്ച് മിറ്റിഗേറ്റ് ചെയ്തു. പിന്നെയും ബൈ എൻട്രീസ് കിട്ടി, പിന്നെ മേലോട്ട് തന്നെയാണ് പോയത്. ഓക്കെ, നമ്മൾ DXYയിൽ കുറേ നോക്കിയതിൻ്റെ കാര്യമില്ല. ഞാൻ ഹയർ ടൈം ഫ്രെയിം DXY എക്സ്പ്ലെയിൻ ചെയ്തതാണ് കുറേ പ്രാവശ്യം എൻ്റെ വ്യൂസ് എങ്ങോട്ടാന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ അന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഇത് നോക്കാം, യൂറോ നോക്കാം. യൂറോയിലാണ് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെയും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ 2 പോയിൻറ്റും നോക്കേണ്ടി വരും. റീസൺ മൊത്തം നോക്കുന്നത്. ഓക്കെ, യൂറോയിൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ഈ 2 ഏരിയാസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് അങ്ങ് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ ഒരു റിവേഴ്സൽ തന്നു. പക്ഷേ ഞാൻ ഇത്രയും ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിച്ചു. എന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തി താഴോട്ട് പോകണമെന്നായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനത്തെ എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, അതെങ്ങനെ ആ ഒരു ഏരിയയിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറി തിരിച്ച് നമ്മൾ 50% ഏരിയയിൽ എത്തിയിട്ടുള്ളായിരുന്നു. അവിടെ നിന്ന് തന്നെ താഴോട്ട് പോയി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ പിന്നെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പിന്നെ ആ ട്രേഡ് നോക്കിയിട്ടില്ല. നമുക്ക് ഈ നെക്സ്റ്റ് വീക്കിലേക്കാണ് ട്രേഡ് വേണ്ടത്. നെക്സ്റ്റ് വീക്ക് ഡെയിലി എടുത്ത് നോക്കുന്ന സമയത്ത്
ഡെയിലിയിൽ നോക്കുമ്പോൾ നമുക്ക് താഴോട്ടൊരു താഴോട്ട് വരണം എന്നാണ്, ഒരു ഡൗൺ ട്രെൻഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡെയിലിയിൽ. ഓക്കെ, ഞാൻ ഈ ഒരു ഫ്ലോയിലങ്ങ് പോകുന്ന സമയത്ത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മേലോട്ട് ഈ ഒരു ഒ ബിയിലേക്കൊക്കെ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും എടുക്കാൻ വരണം മാർക്കറ്റ്. അപ്പോൾ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് 4 ഹവറിൽ ഈ ഒരു ഒ ബി ആണ്. ഈ ഒരു ഒ ബിയിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മാർക്കറ്റ് ഈ ഒരു ഒ ബിയിലെത്തുന്നു, തിരിച്ച് ഈ ഒരു സ്ഥലം വരെ നമുക്ക് ട്രേഡ് നോക്കാം. നെക്സ്റ്റ് 1 ഹവറിലത് നോക്കാം. 1 ഹവറിൽ 2 ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ 1 ഹവറിലെ ഏരിയാസ് എന്ന് പറയുമ്പം ഈ ഒരു ഒ ബി നല്ലതാണ്. ഇവിടുന്ന് ട്രേഡ് താഴോട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് 4 ഹവറിനെ ഡിലീറ്റ് ചെയ്തോട്ടെ. പിന്നെ ഉള്ളത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് വരാനാണ് ചാൻസ് കുറച്ചുകൂടെ കാണുന്നത്. ഈ ഏരിയയിൽ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ടാവും. അതിൻ്റെ മേലെ തന്നെ ഒരു ഒ ബി ഉണ്ട്. അപ്പം ആ ഒരു ഒ ബിക്കാണ് ഞാൻ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെ ഒരു കൺഫർമേഷൻ വെച്ചിട്ട് ട്രേഡ് എടുക്കുക. അപ്പം നെക്സ്റ്റ് ചാർട്ട് GBP നോക്കാം. ഓക്കെ, GBPയിൽ ഞാൻ എൻട്രി എടുക്കുന്നില്ല, കാരണം എനിക്ക് GBPൻ്റെ ചാർട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല. യൂറോയിൽ തന്നെ ട്രേഡ് എടുക്കുന്നതായിരിക്കും നന്നാവുക. എനിക്ക് ഇത് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് എപ്പോഴും മാർക്കറ്റ് അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല. ഓക്കെ, എനിക്ക് GBP തീരെ അങ്ങോട്ട് റെഡി ആവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോൻ്റെതാണ് വെച്ച് നോക്കുന്നതെങ്കിൽ GBP യൂറോ ഏറെക്കുറെ സെയിം ഒരേപോലെയാണ് മൂവ് ചെയ്യുക. യൂറോൻ്റെ ഒക്കെയാണ് വെച്ച് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് വരണം. പക്ഷേ GBPൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. അപ്പം ഈ ഏരിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ മാർക്കറ്റ് താഴോട്ട് വരേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ GBPയിലൊന്ന് ചവിട്ടുന്ന. ഞാൻ GBPയിൽ ട്രേഡ് നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പെയർ ഗോൾഡ് നോക്കാം. ഗോൾഡിൽ ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബുള്ളിഷ് വ്യൂ ആണെന്നായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ബുള്ളിഷ് ട്രേഡാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇല്ല, അവിടെ നമുക്ക് ബുള്ളിഷ് എൻട്രി കിട്ടിയിട്ടില്ല. താഴോട്ട് തന്നെയാണ് മാർക്കറ്റ് പോയത്. താഴോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലോ വരെയൊക്കെ നോക്കാം. ഈ ഒരു ലോ വരെയൊക്കെ നോക്കാമെന്നായിരുന്നു. നോക്കാം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ്, മൂവ്മെൻറ്റിനും കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. എനിക്ക് ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഗോൾഡിൽ ഒരുമാതിരി ട്രേഡ്സാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു സെറ്റപ്പ് നോക്കുമ്പോൾ എനിക്ക് ഒരു ബൈ വ്യൂ ആണുള്ളത്. പക്ഷേ ഹയർ ടൈം ഫ്രെയിമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇവിടെ ഒരു ലോ എടുക്കാനുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയ വരെയെങ്കിലും മിനിമം വരണമെന്നുമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഞാൻ ബൈ വ്യൂ ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ നോക്കേണ്ട ഏരിയ ഞാൻ പറഞ്ഞുതരാം. ബൈ വ്യൂ ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഈ ഒരു 1 ഹവർ OB ആയിരിക്കും ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ വന്ന് ഞാൻ മാർക്ക് ചെയ്ത് തരാം. മാർക്കറ്റ് അങ്ങോട്ട് വരികയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ഹൈ വരെ നമുക്ക് ട്രേഡ് നോക്കാം. ഇനി മാർക്കറ്റ് ഇവിടുന്ന് നമുക്ക് റിവേഴ്സൽ തരാതെ താഴോട്ട് തന്നെ പോവുകയാണ് എങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ട്രേഡ് നോക്കാം കേട്ടോ. ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ തിരിച്ച് മേലോട്ട് വന്നിട്ട് താഴോട്ട് ട്രേഡ് നോക്കാം. ഈ ഒരു ഏരിയ വരെയാണ് ഞാൻ വരച്ചപ്പോൾ ഒരു ഫ്ലോർ അങ്ങ് പോയതാണ്. നമുക്ക് ഈ ഒരു ഏരിയ എല്ലാം താഴെ വരെ നോക്കാം. അത് നിങ്ങളെ ഒരു ഇത് വെച്ചെടുക്കുക. ഈ ഒരു ഏരിയ വരെ നമുക്ക് എന്തായാലും നോക്കാം. ബാക്കിയുള്ളതൊക്കെ ചാർട്ട് പോകുന്ന പോലെ ഇരിക്കും. പിന്നെ ഞാൻ പറയാനൊന്നും മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ഈ
ഈ കുറച്ച് പേഴ്സ് മാത്രമായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. അതിൽ GBPയിൽ ഞാൻ ട്രേഡ് എടുക്കില്ല, ഗോൾഡിൽ ഞാൻ ട്രേഡ് എടുക്കും, യൂറോയിൽ, പിന്നെ നാസ്ഡാക്ക്. ഓക്കെ, ഈ പേഴ്സിലേക്ക് ഞാൻ ട്രേഡ് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് എല്ലാവർക്കും നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീക്ക് കാണാം.